+1 അലോട്ട്മെന്റിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കിട്ടിയ ഒരാളാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അലോട്ട്മെന്റിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണേണ്ട ഒരു വീഡിയോ ആണ്. അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. വെൽക്കം ടു എജ്യൂപോഡ്. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിന്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. ആദ്യം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പലരുടെയും ഒരു ചിന്ത, കൊമേഴ്സ് സിമ്പിളാണ്, ഹ്യൂമാനിറ്റി സിമ്പിളാണ്, സയൻസ് മാത്രമാണ് ടഫ്, സയൻസ് മാത്രമാണ് ഈസി, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചെടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ കുറേ റൂമേഴ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരോടൊക്കെ പറയാം, സയൻസ് ആയാലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നന്നായി പഠിച്ചാൽ സിമ്പിളാണ്, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ടഫാണ്, കുറച്ച് പഠിച്ചാൽ കുറച്ച് ഈസിയും കുറച്ച് ടഫാണ്. അതാണ് റിയാലിറ്റി. സയൻസിനെ പോലെ തന്നെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലും 6 വിഷയങ്ങളുണ്ട്, പ്രാക്ടിക്കലുള്ള വിഷയങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിൽ ജോഗ്രഫിയിലൊക്കെ എന്തുണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. സയൻസിനെ പോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ വിഷയത്തിൽ 18 മാർക്ക് നേടിയെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ 30% മാർക്ക് മിനിമം മാർക്ക് നേടിയെടുത്താൽ മാത്രമേ അവർക്ക് പാസ്സാകാൻ പറ്റൂ. ഇങ്ങനെയുള്ള സയൻസിലുള്ള അതേ കാര്യം തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലുണ്ട്. പക്ഷെ ആളുകൾ ഇതിങ്ങനെ കേട്ട് +1നും +2നും കുട്ടികൾ തുടക്കം മുതലേ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കില്ല. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ പെർസെൻറ്റേജ് കാണാൻ പറ്റുക. അതായത് 2025 ഹ്യൂമാനിറ്റീസിൽ പാസ്സായ ആളുകളുടെ എണ്ണം 66%. അതേ വർഷം കൊമേഴ്സിൽ പാസ്സായ ആളുകളുടെ എണ്ണം 74%. ഇനി ഈ വർഷം 2026 കണക്കാട്ടെ ഞാൻ പറഞ്ഞത്. 2026 കൊമേഴ്സിൽ പാസ്സായത് 74%, ഹ്യൂമാനിറ്റീസിൽ പാസ്സായത് 66%. ഈ കഴിഞ്ഞ മുന്നത്തെ വർഷം 2025 ഹ്യൂമാനിറ്റീസ് പാസ്സായത് 69% ആളുകളാണ്, കൊമേഴ്സ് പാസ്സായത് 74% ആളുകളാണ്. അതായത് എല്ലാ വർഷവും ഹ്യൂമാനിറ്റീസിൽ ഒരു 30% കൂടുതലും കൊമേഴ്സിൽ ഒരു 25% കൂടുതലും ആളുകൾ എന്ത് ചെയ്തു, തോറ്റുപോകുന്നു. അതായത് ഒരു 60 ആളുള്ള ക്ലാസ് എടുക്കുകയാണെങ്കിൽ കൊമേഴ്സിൽ ഒരു 15ഉം ഹ്യൂമാനിറ്റീസിൽ ഒരു 18 കുട്ടികൾ തോറ്റു പോകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ? ഒന്ന്, എക്സാം സമയത്ത് മാത്രം പഠിക്കാൻ അവർ കേൾക്കുന്നത് എന്താ, കൊമേഴ്സ് സിമ്പിളാണ്, ഹ്യൂമാനിറ്റി സിമ്പിളാണ്, എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ മതി, വേറെ സമയത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എഫേർട്ട് ഇടണ്ട, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും സിമ്പിളാ നാട്ടുകാർ കൊണ്ട് പറഞ്ഞ് പറ്റിക്കുക. സിമ്പിൾ അല്ലട്ടോ മക്കളെ, ടഫാണ്. പഠിച്ചാൽ മാത്രമേ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റി സിമ്പിൾ ആവുള്ളൂ. സയൻസിനെ പോലെ തന്നെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റി സിമ്പിൾ ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം, നിങ്ങൾ ഉഷാറാവാൻ തയ്യാറാണ്. സോ ഈ വിജയ ശതമാനം, വിന്നിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള ഒന്നാമത്തെ കാരണം എക്സാം സമയത്ത് മാത്രം പഠിക്കുന്നു. രണ്ടാമത്തെ കാരണം പഠിക്കുന്നുണ്ട് പക്ഷേ റിവൈസ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാരണം ഈ ഒരു കോണ്ടന്റ്, അതായത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്, ആ പഠിക്കാനുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ എക്സാമിന് തലേന്നത്തേക്ക് മാത്രം പഠിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മടിയാണ്. മടി പിടിച്ച് നാളെ പഠിക്കാം, മറ്റന്നാളാവട്ടെ, കൊമേഴ്സ് സിമ്പിളാണ് എന്നോട് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹ്യൂമാനിറ്റി സിമ്പിളാണ് അപ്പുറത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് മടി പിടിച്ച് പഠിക്കാതിരിക്കുക. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും വിജയ ശതമാനം ഇത്ര കുറഞ്ഞത്. 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ കൊമേഴ്സിലും 18ലധികം കുട്ടികൾ ഹ്യൂമാനിറ്റീസിലും തോറ്റുപോകാനുള്ള കാരണം ഈ ഒരു മൈൻഡ് സെറ്റ് ഓൺ തന്നെ. ഇത് മാറ്റിയേ പറ്റൂ. നിങ്ങൾ എക്സാം തലേന്ന് മാത്രം പഠിക്കാതെ, പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കാതെ, പരീക്ഷ സമയത്ത് മാത്രം പഠിക്കാതെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ 6 ഒരു +1 വിദ്യാർത്ഥിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 6 ഈ ജൂലൈ 6 സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ഏകദേശം 2 ആഴ്ചക്ക് അപ്പുറത്തെ സമയമുണ്ട്. ഇനിയും ഈ സമയം നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു, ഞാൻ കൊമേഴ്സ് എടുക്കണം, ഞാൻ ഹ്യൂമാനിറ്റീസ് തീരുമാനിച്ചു. ഇനിയും നിങ്ങൾ മടി പിടിച്ച് പഠിക്കാതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ മോശം റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി റിസൾട്ട് നേടാൻ ആഗ്രഹമുണ്ട്, ഒരു അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, ഒരു അടിപൊളി എഫേർട്ട് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എഫേർട്ട് നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. എജ്യൂപോഡ് സൂപ്പർ ബാച്ചിൻ്റെ പുതിയ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുറേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലായിട്ട് 1000-ലധികം കുട്ടികൾ എജ്യൂപോഡിൻ്റെ +1 ബാച്ചിൽ ജോയിൻ ചെയ്തു. അവരൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങി. ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. സ്കൂൾ തുറക്കാൻ വരെ വെയിറ്റ് ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്ക് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത്, കാരണം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള ക്ലാസ് എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട്, നിങ്ങൾ ഉഷാറായിട്ട്, നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കാൻ തയ്യാറായാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടി വരും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച്. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ സെറ്റാക്കുക. സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ കമൻറ്റ്
ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ മെസ്സേജ് അയച്ചിട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അപ്പോൾ മക്കൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നിങ്ങൾ ഓക്കെ ആക്കുക, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മാത്രമേ സിമ്പിൾ ആവുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് പഠിച്ചാലോ എക്സാമിന് 2 ദിവസം മുന്നേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ രീതിയിൽ തുടക്കം മുതലേ വീക്കിലി 5 ഡേയ്സ് ഡെയിലി 3 hours വെച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എജുപോർട്ട് സൂപ്പർ ബാച്ച് ആണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.